പുസ്തകം 8 അധ്യായം 3 സുവിശേഷങ്ങൾ. പുതിയ നിയമത്തിന്റെ അടിത്തറയായി മാറാൻ പോകുന്ന സുവിശേഷങ്ങളെപ്പറ്റിയും മറ്റു തിരുലിഖിതങ്ങളെപ്പറ്റിയും പരിശുദ്ധ അമ്മയ്ക്ക് അറിവുണ്ടായിരുന്നു. തന്റെ തിരുക്കുമാരന്റെ സ്വർഗാരോഹണ ദിനം മുതൽ അവൾ അപ്പസ്തോലന്മാർക്കും മറ്റു സുവിശേഷ രചയിതാക്കൾക്കും തെറ്റുകൂടാതെ സുവിശേഷ രചന നടത്താൻ സാഷ്ടാംഗ പ്രണാമം ചെയ്ത് പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നു. സഭയുടെ അമ്മയും ഗുരുനാഥയും എന്ന നിലയിൽ ഈ ദൗത്യത്തിനു വേണ്ട തയ്യാറെടുപ്പുകൾ അവൾ തന്നെയാണ് നിർവഹിക്കേണ്ടിയിരുന്നത്. എന്നാൽ തന്റെ അഗാധമായ വിനയം മൂലം അവൾ സഭയുടെ തലവനും വികാരിയുമായ വിശുദ്ധ പത്രോസിനെ ഈ ദൗത്യമേൽപ്പിക്കാൻ അനുവാദം വാങ്ങി. ഇക്കാര്യത്തിൽ വിശുദ്ധ പത്രോസിന് അത്യുന്നതന്റെ സഹായം ലഭിക്കുന്നതിനു വേണ്ടി അപേക്ഷിച്ചു. അത്യുന്നത ദൈവം ഇതിനുവേണ്ട അനുഗ്രഹങ്ങൾ നൽകി. വിശുദ്ധ പത്രോസ് അവരോട് ക്രിസ്തുവിന്റെ ജീവിത രഹസ്യത്തെ സംബന്ധിച്ച് ലിഖിതങ്ങൾ തയ്യാറാക്കേണ്ടതിന്റെ ആവശ്യത്തെപ്പറ്റി സംസാരിച്ചു. അതുവഴി സഭയുടെ വിശ്വസ്ത മക്കൾക്ക് വ്യത്യാസങ്ങളും വൈരുദ്ധ്യങ്ങളുമില്ലാതെ സുവിശേഷം ലഭ്യമാക്കാനും അപ്രകാരം പഴയ നിയമത്തെ മാറ്റി പുതിയ നിയമം സ്ഥാപിതമാക്കാനും ഇടയാക്കും. പരിശുദ്ധ അമ്മയോട് വിശുദ്ധ പത്രോസ് നേരത്തെ തന്നെ ആലോചനകൾ നടത്തിയിരുന്നു. കർത്താവിന്റെ ജീവിതം കുറിക്കുന്നതിന് വെളിപ്പെടുത്തൽ ലഭിക്കാനായി അവൾ അപ്പസ്തോലന്മാരെയും ശിഷ്യരെയും സമർപ്പിച്ച് പ്രാർത്ഥിച്ചു. പ്രാർത്ഥനയുടെ വേളയിൽ പത്രോസിന്റെ മേൽ ദിവ്യപ്രകാശം ഇറങ്ങിവന്നു. സ്വർഗത്തിൽ നിന്ന് ഒരു സ്വരം അവർ കേട്ടു. അത് ഇപ്രകാരമായിരുന്നു: ഉന്നത പുരോഹിതനായ സഭാതലവൻ രക്ഷകനായ കർത്താവിന്റെ ജീവിതവും അവൻ അരുളി ചെയ്ത മൊഴികളും രേഖപ്പെടുത്താൻ സുവിശേഷകരെ ചുമതലപ്പെടുത്തട്ടെ. വിശുദ്ധ പത്രോസും മറ്റെല്ലാവരും അപ്പോൾ സാഷ്ടാംഗം പ്രണാമം ചെയ്ത് ദൈവത്തിന് നന്ദി അർപ്പിച്ചു. അവർ പ്രാർത്ഥനയിൽ നിന്നും എഴുന്നേറ്റപ്പോൾ പത്രോസ് സംസാരിച്ചു. എന്റെ പ്രിയ സഹോദരനായ മത്തായി ഉടനെ തന്നെ പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെയും നാമത്തിൽ സുവിശേഷ രചന നിർവഹിക്കട്ടെ. ലൂക്ക പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെയും നാമത്തിൽ സുവിശേഷം രചിക്കട്ടെ. എന്റെ ഏറ്റവും പ്രിയ സഹോദരനായ യോഹന്നാൻ നമ്മുടെ രക്ഷകനും ഗുരുവുമായ കർത്താവിന്റെ മഹാരഹസ്യങ്ങളെപ്പറ്റി പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെയും നാമത്തിൽ ലേഖനം ചെയ്യട്ടെ. പത്രോസിന്റെ വാക്കുകളെ ഉറപ്പിച്ചു സ്ഥാപിക്കുന്നതിനെന്നോണം അയാളുടെ മേൽ തെളിഞ്ഞ ദിവ്യപ്രകാശം തന്റെ പ്രസ്താവം ആവർത്തിച്ചു പറഞ്ഞു തീരുന്നതുവരെയും അവിടെ തങ്ങി നിന്നു. പത്രോസിന്റെ നിർദ്ദേശങ്ങളെ എല്ലാവരും സ്വീകരിക്കുകയും ചെയ്തു. ഏതാനും ദിവസങ്ങൾക്കുള്ളിൽ വിശുദ്ധ മത്തായി തന്റെ സുവിശേഷ രചന ആരംഭിച്ചു. ഊട്ടുശാലയിലുള്ള ഒരു അറയിൽ പ്രാർത്ഥനയിൽ മുഴുകിയിരിക്കുമ്പോൾ ഈ ദിവ്യ ചരിത്ര രചനയ്ക്ക് വേണ്ട ജ്ഞാനം ലഭിക്കുന്നതിനായി വിശുദ്ധ മത്തായി പ്രാർത്ഥിച്ചു. അപ്പോൾ പരിശുദ്ധ മറിയം അതീവ പ്രതാപത്തോടെ ഒരു സിംഹാസനത്തിൽ ഉപവിഷ്ടയായിരിക്കുന്ന രൂപത്തിൽ പ്രത്യക്ഷയായി. എന്നാൽ മുറിയുടെ വാതിലുകൾ അപ്പോഴും അടഞ്ഞുകിടന്നിരുന്നു. പ്രാർത്ഥനയിലായിരുന്ന മത്തായിയോട് എഴുന്നേൽക്കാൻ അവൾ ആവശ്യപ്പെട്ടു. അയാൾ എഴുന്നേറ്റ് ആശീർവാദം യാചിച്ചു നിന്നു. അപ്പോൾ അമ്മ അയാളോട് ഇപ്രകാരം പറഞ്ഞു: എന്റെ ദാസനായ മത്തായി, അത്യുന്നതൻ തന്റെ അനുഗ്രഹങ്ങളുമായി ഇതാ എന്നെ നിന്റെ പക്കൽ അയച്ചിരിക്കുന്നു. ആ അനുഗ്രഹം ഏറ്റുവാങ്ങി ശക്തിപ്പെട്ട് നീ നിനക്ക് ഏൽപ്പിച്ചു തരപ്പെട്ട ഏറ്റവും ഭാഗ്യപ്പെട്ട ദൗത്യമായ സുവിശേഷ രചന ചെയ്തു തുടങ്ങുക. ഈ ദൗത്യത്തിൽ നിനക്കെപ്പോഴും തുണയായി പരിശുദ്ധാത്മാവ് ഉണ്ടായിരിക്കും. അരൂപിയുടെ സഹായം നിനക്ക് ലഭിക്കാനായി ഞാൻ നിരന്തരം പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കും. എന്നാൽ എന്നെ സംബന്ധിച്ചിടത്തോളം ഒരു കാര്യം ബോധിപ്പിക്കുന്നു. വചനം മാംസമായ മഹാരഹസ്യമാകുന്ന മനുഷ്യാവതാരത്തെ വെളിവാക്കുന്നതിനും അവനിലുള്ള വിശ്വാസത്തിൽ സഭയെ ഉറപ്പിക്കാനും വേണ്ടുന്ന വിവരങ്ങൾ മാത്രം ഇതിൽ ഉൾക്കൊള്ളിച്ചാൽ മതിയാകും. വിശ്വാസം ഭൂമിയിൽ ഉറപ്പിക്കപ്പെട്ടു കഴിഞ്ഞാൽ പിന്നെ സർവശക്തനായവൻ അതിന് സമയമാകുമ്പോൾ അതിന് യോഗ്യരായ മനുഷ്യരെ തിരഞ്ഞെടുത്ത് അവരിലൂടെ തന്റെ വിശ്വാസികൾക്ക് വെളിപ്പെടുത്താൻ ആഗ്രഹിക്കുന്ന മഹാരഹസ്യങ്ങളെയും അനുഗ്രഹങ്ങളെയും അവിടുത്തെ കരങ്ങളാൽ എന്നിലൂടെ അവതരിപ്പിച്ചുകൊള്ളും. വിശുദ്ധ മത്തായി പരിശുദ്ധ മറിയത്തിന്റെ ഈ കൽപ്പന പൂർണ്ണമായും ഉൾക്കൊണ്ടു നിൽക്കവേ പരിശുദ്ധാരൂപി അദ്ദേഹത്തിൽ ആവസിച്ചു. അത് ദൃശ്യരൂപത്തിലായിരുന്നു. പരിശുദ്ധ മറിയത്തിന്റെ സാന്നിധ്യത്തിൽ അപ്പോൾ തന്നെ വിശുദ്ധ മത്തായി സുവിശേഷ രചന ആരംഭിച്ചു. പരിശുദ്ധ അമ്മ ആ സമയത്ത് അവിടെ നിന്നും തിരോധാനം ചെയ്യുകയും മത്തായി തന്റെ രചന തുടരുകയും ചെയ്തു. അവിടെ ആരംഭിച്ച ആ ചരിതം യൂദായിൽ വച്ചു തന്നെ എഴുതി പൂർത്തിയാക്കി. കർത്താവിന്റെ വത്സരം 42-ാം ആണ്ടിൽ മേൽ വിവരിച്ച സംഭവം നടന്നു. ഹീബ്രു ഭാഷയിലായിരുന്നു വിശുദ്ധ മത്തായി സുവിശേഷം രചിച്ചത്. 4 വർഷത്തിനു ശേഷം സുവിശേഷകനായ മർക്കോസ് തന്റെ രചന നടത്തി. അത് കർത്താവിന്റെ വത്സരം 46-ലായിരുന്നു. മർക്കോസും ഹീബ്രു ഭാഷയിലാണ് സുവിശേഷം രചിച്ചത്. ഈ രചന പാലസ്തീന പ്രദേശത്ത് വച്ചാണ് നടത്തിയത്. എഴുത്ത് തുടങ്ങുന്നതിനു മുൻപ് മർക്കോസ് തന്റെ കാവൽ മാലാഖയെ ശരണം പ്രാപിച്ചു.
പരിശുദ്ധ രാജ്ഞിയെ തന്റെ നിയോഗം അറിയിക്കുകയും ദൈവത്തിന്റെ ജ്ഞാനം നിറഞ്ഞ് തന്റെ രചനയെ ധന്യമാക്കണമെന്നും പ്രാർത്ഥിച്ചു. ആ പ്രാർത്ഥന പരിശുദ്ധ കന്യക അപ്പോൾ തന്നെ സ്വീകരിച്ചു. കർത്താവിന്റെ കൽപ്പന പ്രകാരം മാലാഖമാർ മാതാവിനെ മഹത്വമണിയിച്ച് ആഘോഷമായി സുവിശേഷകൻ പ്രാർത്ഥനയിലായിരിക്കുന്നിടത്ത് എത്തിച്ചു. അതിമനോഹരവും പ്രകാശവീചികൾ പ്രസരിപ്പിക്കുന്നതുമായ ഒരു സിംഹാസനത്തിൽ ആരൂഢയായി മർക്കോസിന്റെ മുൻപിൽ അവൾ കാണപ്പെട്ടു. അവളുടെ മുൻപിൽ സാഷ്ടാംഗ പ്രണാമം അർപ്പിച്ചുകൊണ്ട് മർക്കോസ് പറഞ്ഞു, ലോകരക്ഷകന്റെ മാതാവും സകല സൃഷ്ടിജാലങ്ങളുടെയും രാജ്ഞിയുമായ പരിശുദ്ധ മറിയമേ, ഞാൻ ഈ കൃപാവരത്തിന് തീർത്തും അയോഗ്യനും അങ്ങയുടെയും തിരുപുത്രന്റെയും എളിയ ദാസനുമാകുന്നു. സ്വർഗീയ രാജ്ഞി ഇപ്രകാരം മറുപടി പറഞ്ഞു, നീ സ്നേഹിക്കുകയും സേവിക്കുകയും ചെയ്യുന്ന അത്യുന്നതൻ നിന്റെ പ്രാർത്ഥന ശ്രവിച്ചതായി നിന്നെ അറിയിക്കാൻ എന്നെ ചുമതലപ്പെടുത്തി അറിയിച്ചിരിക്കുന്നു. ഈ നിയോഗത്തിന് നിനക്ക് പ്രചോദനം നൽകാൻ പരിശുദ്ധാത്മാവിനെ അയച്ചതുപോലെ തന്നെ ഇതിന്റെ രചനയിൽ വേണ്ട മാർഗനിർദ്ദേശങ്ങളും നൽകും. തുടർന്ന് വിശുദ്ധ മത്തായിയോട് പറഞ്ഞതുപോലെ തന്നെ സംബന്ധിച്ച രഹസ്യങ്ങളെപ്പറ്റി എഴുതരുത് എന്നും സൂചിപ്പിച്ചു. ആ നിമിഷത്തിൽ പരിശുദ്ധാത്മാവ് ദൃശ്യവും മൂർത്തവുമായ രൂപത്തിൽ മർക്കോസിന്റെ മേൽ ആവസിച്ചു. അയാളുടെ ഉള്ളിൽ ജ്ഞാനവും പ്രകാശവും നിറച്ചു. ആ സമയത്ത് പരിശുദ്ധ അമ്മയ്ക്ക് 61 വയസ്സായിരുന്നു. വിശുദ്ധ ജെറോം പറയുന്നത് മർക്കോസ് തന്റെ സുവിശേഷം രചിച്ചത് റോമിൽ വച്ചായിരുന്നു എന്നാണ്. അവിടുത്തെ വിശ്വാസികൾ ആവശ്യപ്പെട്ടതിൻ പ്രകാരമാണ് അദ്ദേഹം തന്റെ ചെറിയ സുവിശേഷം രചിച്ചത്. ഞാൻ നിങ്ങളുടെ ശ്രദ്ധയിൽ കൊണ്ടുവരാൻ ആഗ്രഹിക്കുന്ന കാര്യം ഇതാണ്. മേൽ പറഞ്ഞ സുവിശേഷം പലസ്തീനയിൽ രചിക്കപ്പെട്ട സുവിശേഷത്തിന്റെ പരിഭാഷയുടെ ഒരു പകർപ്പായിരുന്നു. എന്തെന്നാൽ റോമിലെ ക്രിസ്ത്യാനികളുടെ കൈവശം മർക്കോസിന്റെയോ മറ്റാരുടെയെങ്കിലുമോ സുവിശേഷങ്ങൾ ഉണ്ടായിരുന്നില്ല. ആയതിനാൽ അദ്ദേഹം തന്നെ ലത്തീൻ ഭാഷയിൽ ഒരു പകർപ്പ് നിർമ്മിച്ചതായി കരുതാം. 2 വർഷങ്ങൾക്കു ശേഷം കർത്താവിന്റെ വർഷം 48 വിശുദ്ധ ലൂക്ക തന്റെ സുവിശേഷം ഗ്രീക്ക് ഭാഷയിൽ രചിച്ചു. മറ്റുള്ളവരുടെ കാര്യത്തിലെന്നതുപോലെ ഇവിടെയും രചനയുടെ പ്രാരംഭത്തിൽ പരിശുദ്ധ കന്യക ലൂക്കായ്ക്ക് പ്രത്യക്ഷയായി. അവളുടെ പുത്രന്റെ തിരുവവതാരവും ജീവിതവും കൃത്യമായി ചിത്രീകരിക്കാൻ പരിശുദ്ധ മറിയത്തെ സംബന്ധിച്ച ചില കാര്യങ്ങൾ പരാമർശിക്കാനുള്ള അനുവാദം ലൂക്ക നേടിയെടുത്തു. മനുഷ്യ അവതാരം, ക്രിസ്തുവിന് ജന്മം നൽകിയ അമ്മയുടെ അന്തസ് എന്നിവയായിരുന്നു അത്. ദൈവമാതാവ് എന്ന നിലയിൽ താനുമായി ബന്ധപ്പെട്ട നിഗൂഢ രഹസ്യങ്ങളും അത്ഭുതങ്ങളും പരാമർശിക്കരുത് എന്ന കൽപ്പന പരിശുദ്ധ മറിയം നൽകി. തുടർന്ന് സ്വതന്ത്രമായി സ്വർഗീയ രാജ്ഞിയെ തന്റെ സുവിശേഷത്തിൽ പരാമർശിക്കാൻ അനുവാദം നൽകി. മാതാവിന്റെ സാന്നിധ്യത്തിൽ തന്നെ പരിശുദ്ധാത്മാവ് ലൂക്കായുടെ മേൽ ഇറങ്ങി വന്നു. ലൂക്ക സുവിശേഷ രചന തുടങ്ങുകയും ചെയ്തു. അദ്ദേഹത്തിന്റെ പ്രചോദനത്തിന്റെ പ്രധാന ഉറവിടം പരിശുദ്ധ മാതാവിന്റെ നേരിട്ടുള്ള ഇടപെടൽ തന്നെയായിരുന്നു. ലൂക്ക സുവിശേഷകൻ പരിശുദ്ധ രാജ്ഞിയുടെ വിശ്വസ്ത ദാസനായി തുടർന്നു. തന്റെ മുൻപിൽ പ്രത്യക്ഷപ്പെട്ട ആ രൂപം മനസ്സിൽ നിന്ന് മാഞ്ഞു പോകാൻ ഒരിക്കലും അദ്ദേഹം അനുവദിച്ചില്ല. ആ ദിവസം മുതൽ എപ്പോഴും അദ്ദേഹം മാതാവിന്റെ സാന്നിധ്യത്തിൽ തന്നെ ജീവിതം കഴിച്ചു. മാതാവിന്റെ പ്രത്യക്ഷീകരണം നടക്കുന്ന സമയത്ത് വിശുദ്ധ ലൂക്ക ഗ്രീസിലായിരുന്നു. അവിടെ വെച്ചു തന്നെയാണ് സുവിശേഷം രചിക്കപ്പെട്ടതും. ഏറ്റവും ഒടുവിലത്തെ സുവിശേഷകനായ വിശുദ്ധ യോഹന്നാന്റെ സുവിശേഷം രചിക്കപ്പെട്ടത് കർത്താവിന്റെ വർഷം 58 യോഹന്നാന്റെ സുവിശേഷം രചിക്കപ്പെട്ടത് ഗ്രീക്ക് ഭാഷയിലാണ്. ഏഷ്യ മൈനർ പ്രദേശത്ത് പരിശുദ്ധ മാതാവിന്റെ മഹത്വമേറിയ സമാധിക്കും സ്വർഗാരോപണത്തിനും ശേഷം ആ പ്രദേശത്ത് തുടർന്ന യോഹന്നാൻ തന്റെ സുവിശേഷമെഴുതി. ഈ സുവിശേഷം അന്ന് നിലവിലുണ്ടായിരുന്ന പാഷണ്ഡതകൾക്കും പ്രമാദങ്ങൾക്കുമെതിരെയാണ് രചിക്കപ്പെട്ടത്. മേൽ പറഞ്ഞ പ്രകാരം പരിശുദ്ധ കന്യകയുടെ സമാധിക്കും സ്വർഗാരോപണത്തിനും തൊട്ടു പിന്നാലെ സാത്താൻ ഉണർന്ന് വിശ്വാസത്തെ തകർത്തെറിയാനായി കർത്താവിന്റെ മനുഷ്യാവതാരം എന്ന സത്യത്തെ ഹനിക്കാൻ ശ്രമങ്ങൾ തുടങ്ങിയിരുന്നു. ഈ അവതാര മഹാരഹസ്യം വഴി ലൂസിഫർ ലജ്ജിതനും പരാജിതനുമായി തീർന്നത് മൂലം പ്രതികാരമെന്ന നിലയിൽ പാഷണ്ഡതയും ഭിന്നിപ്പുമുണ്ടാക്കാനുള്ള തീവ്ര ശ്രമങ്ങൾ ആരംഭിച്ചിരുന്നു. ഈ കാരണത്താൽ തന്നെ സുവിശേഷകനായ യോഹന്നാൻ തന്റെ രചനയെ പാഷണ്ഡതകളുടെ കടന്നുകയറ്റത്തിനെതിരെ തിരിച്ചുവിട്ടു. അതിനായി അദ്ദേഹം തന്റെ സുവിശേഷത്തിൽ കർത്താവിന്റെ ദൈവികതയെ തെളിച്ചു കാട്ടുന്ന വാദങ്ങളും ഉയർത്തിക്കാട്ടി. അദ്ദേഹത്തിന്റെ സുവിശേഷം മറ്റു 3 സുവിശേഷങ്ങളെക്കാൾ ഉയർന്ന ഒരു ഉദാത്ത ഭാവം കൈവരിക്കുന്നുണ്ട്. യോഹന്നാൻ തന്റെ സുവിശേഷ രചന ആരംഭിക്കുമ്പോൾ പരിശുദ്ധ കന്യകാമറിയം സ്വർഗം പൂകിക്കഴിഞ്ഞിരുന്നു. എങ്കിലും അതിന്റെ ആരംഭത്തിൽ അമ്മ നേരിട്ട് ഇറങ്ങി വരികയും അതീവ സുന്ദരവും അവർണ്ണനീയവുമായ പ്രകാശ ലാവണ്യത്തിൽ പൊതിഞ്ഞ് രാജകീയ പ്രതാപത്തോടെ മാലാഖവൃന്ദങ്ങളാൽ പരിസേവിതയായി പ്രത്യക്ഷയായി. വിശുദ്ധ യോഹന്നാന് ദർശനം നൽകിക്കൊണ്ട് അവൾ ഇപ്രകാരം അരുളി ചെയ്തു:
അത്യുന്നതന്റെ വിശ്വസ്തദാസനായ യോഹന്നാൻ ഇപ്പോഴാണ് എന്റെ പ്രിയപുത്രന്റെ ജീവിതത്തെയും അവന്റെ ദിവ്യരഹസ്യങ്ങളെയും പറ്റി എഴുതേണ്ട സമയം. എന്തെന്നാൽ സകല സൃഷ്ടികളും അവനെ നിത്യദൈവത്തിന്റെ ഏകപുത്രനായും സത്യദൈവവും അതേസമയം പൂർണ്ണ മനുഷ്യനുമായി തിരിച്ചറിയേണ്ടിയിരിക്കുന്നു. എന്നാൽ എന്നെ സംബന്ധിച്ചുള്ള രഹസ്യങ്ങൾ ലോകത്തിന് വെളിപ്പെടുത്താൻ സമയമായിട്ടില്ല. വിഗ്രഹാരാധന ശീലമായിരിക്കുന്ന ഈ ലോകത്ത് ആ രഹസ്യങ്ങൾ ആവിഷ്കരിക്കുന്നത് തൽക്കാലം അനുചിതമായിരിക്കും. എന്തെന്നാൽ ഈ അവസരം മുതലെടുത്ത് ലൂസിഫർ മനുഷ്യരെ തെറ്റിദ്ധരിപ്പിക്കുകയും ദിവ്യരക്ഷകനിലും പരിശുദ്ധ ത്രിത്വത്തിലുമുള്ള വിശ്വാസം സ്വീകരിക്കുന്നവർക്ക് ഉതപ്പുണ്ടാക്കുകയും ചെയ്യും. നീ ഇപ്പോൾ തന്നെ നിന്റെ രചന ആരംഭിക്കാൻ ഞാൻ താൽപ്പര്യപ്പെടുന്നു. സുവിശേഷകൻ പരിശുദ്ധ അമ്മയെ വണങ്ങി. അപ്പോൾ അയാൾ പരിശുദ്ധ അരൂപിയാൽ നിറഞ്ഞു. കരുണയുള്ള മാതാവിന്റെ സഹായത്തോടെ ഉടൻ തന്നെ യോഹന്നാൻ തന്റെ രചന തുടങ്ങി. മാതാവ് അദ്ദേഹത്തെ വിട്ട് തന്റെ തിരുപുത്രന്റെ വലതുഭാഗത്തേക്ക് കരയേറും മുൻപേ യോഹന്നാനെ ആശീർവദിക്കുകയും തുടർന്നുള്ള അദ്ദേഹത്തിന്റെ ജീവിതകാലം മുഴുവൻ സംരക്ഷണം വാഗ്ദാനം ചെയ്യുകയും ചെയ്തു. ഇപ്രകാരമാണ് സുവിശേഷ രചന സമാരംഭിച്ചത്. ദൈവവചനം എഴുതപ്പെടാൻ ഇടയായത് പരിശുദ്ധ അമ്മയുടെ ഇടപെടൽ ഒന്നുകൊണ്ട് മാത്രമാണ്. പരിശുദ്ധ അമ്മ അപ്പസ്തോല സംഘത്തിന്റെ ആദ്യ സമ്മേളനത്തിനു ശേഷം തന്റെ ദിവ്യജ്ഞാനത്താൽ ഉയർത്തപ്പെടുകയും ദൈവത്തിന്റെ സത്തയെ ദർശിക്കുകയും ചെയ്തു. അതോടെ അവൾക്ക് തന്റെ സഭയോടുള്ള സ്നേഹവാത്സല്യങ്ങൾ വർദ്ധിച്ചു. അങ്ങനെ സഭയ്ക്ക് കൂടുതൽ തേജസ്സും അഭിവൃദ്ധിയും വ്യാപ്തിയും കൈവന്നു. വിശ്വാസം ഭൂമിയിലെങ്ങും പടർന്നു തുടങ്ങുകയായിരുന്നു. അമ്മയും ഗുരുനാഥയുമെന്ന നിലയിൽ അവൾ തന്റെ സ്നേഹവാത്സല്യങ്ങൾ മുഴുവൻ അപ്പസ്തോലന്മാർക്ക് പകർന്നു നൽകി. അവരുടെ ഓരോരുത്തരുടെയും പേരുകൾ അവൾ ഹൃദയഫലകങ്ങളിൽ എഴുതി സൂക്ഷിച്ചു. അവരുടെ സുസ്ഥിതിയും ശ്രേയസ്സും ഏറ്റവും പ്രധാനപ്പെട്ട കാര്യമായി കരുതി. വിശുദ്ധ യോഹന്നാനും ചെറിയ യാക്കോബും ഒഴികെ എല്ലാവരും സൂനഹദോസിന്റെ സമാപനം കഴിഞ്ഞ ഉടൻ ജെറുസലേം വിട്ട് സുവിശേഷ പ്രഘോഷണത്തിനായി യാത്രയായി. ആ യാത്രകളിൽ അവർ നേരിടേണ്ടി വരുന്ന കഷ്ടപ്പാടുകളും ബുദ്ധിമുട്ടുകളും അമ്മയെ ഏറെ വേദനിപ്പിച്ചു. ആർദ്രമായ കരുണയോടെ ഇക്കാര്യങ്ങളെപ്പറ്റി അവൾ ധ്യാനിച്ചു. ദൈവത്തിന്റെ പുരോഹിതരും നമ്മുടെ കർത്താവിന്റെ അപ്പസ്തോലന്മാരുമെന്ന നിലയിൽ അമ്മയ്ക്ക് അവരോട് അതീവ ആദരവ് തോന്നി. കർത്താവിന്റെ പ്രമാണങ്ങളുടെ പ്രഘോഷകർ, ദിവ്യജ്ഞാനികൾ എന്ന പ്രത്യേക സ്ഥാനം, അത്യുന്നതന്റെ മഹത്വത്തെ പ്രകാശിപ്പിക്കുന്ന തിരഞ്ഞെടുക്കപ്പെട്ടവർ, സഭയുടെ സ്ഥാപക പിതാക്കന്മാർ എന്നീ നിലകളിലുള്ള അവരുടെ വരേണ്യത അമ്മയെ അഭിമാനപൂരിതയാക്കി. വർദ്ധിച്ചുകൊണ്ടിരിക്കുന്ന സഭയുടെ നിരവധിയായ പ്രശ്നങ്ങളെ ശ്രദ്ധിക്കാനും വേണ്ട ശുശ്രൂഷകൾ ചെയ്യാനുമായി പരിശുദ്ധ രാജ്ഞി തന്റെ ഇപ്പോഴുള്ള പദവിയിലേക്ക് ഉയർത്തപ്പെടേണ്ടത് ആവശ്യമായിരുന്നു. എന്തെന്നാൽ ഇതിലും താഴ്ന്ന ഏതു പദവിയിലിരുന്നാലും അവൾക്ക് സഭയുടെ എല്ലാ കാര്യങ്ങളിലും ശ്രദ്ധ പതിപ്പിക്കാൻ കഴിയാതെ വരുമായിരുന്നു. മാത്രവുമല്ല, തന്റെ നിരവധിയായ ദൗത്യങ്ങൾ നിർവഹിക്കുന്നതിനും അതേസമയം തന്റെ ആന്തരികമായ പ്രശാന്തിയും സമാധാനവും ഇപ്പോഴുള്ളതുപോലെ ആസ്വദിക്കുന്നതിനും സാധിക്കാതെ വരുമായിരുന്നു. സഭയോടുള്ള അഗാധമായ വാത്സല്യത്തെ പ്രതി പരിശുദ്ധ അമ്മ തന്റെ മാലാഖമാരെ വിളിച്ച് അപ്പസ്തോലന്മാർക്കും ശിഷ്യർക്കും ആവശ്യമായ സേവനങ്ങൾ ചെയ്തു കൊടുക്കാൻ കൽപ്പന നൽകി. അവരുടെ വ്യാകുലതകളിൽ അവരെ ആശ്വസിപ്പിക്കാനും പ്രയാസങ്ങളിൽ അവരെ സഹായിക്കാനും ചുമതലപ്പെടുത്തി. എന്തെന്നാൽ മാലാഖവൃന്ദത്തിന്റെ ആത്മീയ സൂക്ഷ്മ സ്വഭാവം മൂലം അവർക്കൊരേ സമയം ഇതെല്ലാം ശ്രദ്ധിക്കാനും കർത്താവിന്റെ മുഖം ദർശിച്ചാനന്ദിക്കാനും കഴിയുമായിരുന്നു. അവരെ ഇപ്രകാരം ചുമതല ഏൽപ്പിച്ചത് സഭയുടെ വളർച്ച ത്വരിതപ്പെടുത്താനായിരുന്നു. തന്നെയുമല്ല, ഇവർ അത്യുന്നതന്റെ ദാസരും അവന്റെ സൃഷ്ടികളുമാണല്ലോ. അപ്പസ്തോലന്മാരുടെ ഏതാവശ്യവും അപ്പപ്പോൾ തന്നെ അറിയിക്കണമെന്നും മാതാവ് മാലാഖമാരോട് ആവശ്യപ്പെട്ടിരുന്നു. പ്രത്യേകിച്ചും അവരുടെ വസ്ത്രങ്ങളുടെ കാര്യത്തിൽ മാതാവ് പ്രത്യേകം ജാഗ്രത പുലർത്തിയിരുന്നു. ശ്ലീഹന്മാർ ഒരുപോലുള്ള വസ്ത്രങ്ങൾ ധരിച്ചുകൊണ്ടുവേണം സുവിശേഷ യാത്ര ചെയ്യേണ്ടതെന്ന് അവൾ നിർബന്ധം വച്ചിരുന്നു. പരിശുദ്ധ അമ്മ ജീവിച്ചിരുന്ന കാലം മുഴുവൻ അപ്പസ്തോലർ ഒരേ വസ്ത്രം ധരിച്ചാണ് സഞ്ചരിച്ചത്. അവരെല്ലാവരും ഒരേ നിറവും ഒരേ മാതൃകയിലുള്ള വേഷവും ധരിച്ചു. ആ വസ്ത്രം അവളുടെ ദിവ്യപുത്രൻ ധരിച്ചിരുന്ന അതേ വേഷം തന്നെ. പരിശുദ്ധ അമ്മ സ്വന്തം കരങ്ങൾ കൊണ്ട് നിർമ്മിച്ച അങ്കികൾ അവർക്കെല്ലാം യാത്രയിൽ ധരിക്കാൻ മാലാഖമാർ വഴി എത്തിച്ചു കൊടുത്തു. അപ്രകാരം തന്റെ ഭൗതിക ജീവിതകാലത്ത് കർത്താവ് ധരിച്ചിരുന്ന വസ്ത്രത്തിന്റെ അതേ മാതൃക അപ്പസ്തോലരും ധരിച്ചു. മാത്രവുമല്ല, അവർ തങ്ങളുടെ ബാഹ്യ ജീവിതത്തിലും ശരീരത്തിലുമെല്ലാം സുവിശേഷ പ്രഘോഷണത്തോടൊപ്പം കർത്താവിനെ അനുകരിച്ചു. ഭക്ഷണം, മറ്റ് ആവശ്യങ്ങൾ എന്നിവയ്ക്കെല്ലാം ശ്ലീഹന്മാർ ഭിക്ഷയെടുക്കുകയും കായികാധ്വാനം ചെയ്യുകയും മറ്റുള്ളവർ നൽകുന്ന സഹായങ്ങൾ സ്വീകരിക്കുകയും ചെയ്യുക എന്നതായിരുന്നു നിർദ്ദേശം.
സ്ലേഹന്മാരുടെ യാത്രകളിൽ യഹൂദരും പുറജാതികളും കഷ്ടപ്പെടുത്തുകയും പീഡിപ്പിക്കുകയും ചെയ്തപ്പോൾ പരിശുദ്ധ രാജ്ഞിയുടെ നിർദ്ദേശമനുസരിച്ച് മാലാഖമാർ സഹായം എത്തിച്ചു കൊടുത്തു. ദൃശ്യരൂപത്തിൽ തന്നെ മാലാഖമാർ അവരുടെ മുൻപിൽ പ്രത്യക്ഷപ്പെട്ടിരുന്നു. മറ്റ് സന്ദർഭങ്ങളിൽ അവർക്ക് ആന്തരിക പ്രചോദനം നൽകി അദൃശ്യരായും കഴിഞ്ഞു. ചില അവസരങ്ങളിൽ അവരെ തടവറകളിൽ നിന്ന് മോചിപ്പിച്ചു. മറ്റവസരങ്ങളിൽ വരാനിരിക്കുന്ന വിപത്തുകളെപ്പറ്റി മുന്നറിയിപ്പ് നൽകി. ചിലപ്പോൾ സ്ലീഹന്മാരുടെ സഹയാത്രികരായി പ്രസംഗിച്ചുകൊണ്ടിരുന്ന ഒരു സ്ഥലത്തുനിന്ന് മറ്റൊരു സ്ഥലത്തേക്ക് സംവഹിച്ചുകൊണ്ട് പോയ അനുഭവങ്ങളും സ്ലീഹന്മാർക്കുണ്ടായി. ചില സ്ഥലങ്ങളിലെ മനുഷ്യരുമായി സമ്പർക്കം പുലർത്തുമ്പോൾ എപ്രകാരം അവരോട് വിവേകപൂർവം ഇടപെടണമെന്ന് ഉപദേശം നൽകി. ഇക്കാര്യങ്ങളെല്ലാം അവർ പരിശുദ്ധ മറിയത്തെ കൃത്യമായി അറിയിച്ചുകൊണ്ടിരുന്നു. ഒരു അത്ഭുതമോ സഭയുടെ ശ്രേയസ്സിനു വേണ്ടി എന്തെങ്കിലും സേവനമോ ചെയ്യാത്ത ഒരു ദിവസം പോലും പരിശുദ്ധ അമ്മയുടെ ജീവിതത്തിലില്ലായിരുന്നു. ഇതിനെല്ലാം ഉപരിയായി അവൾ അവർക്ക് നിരന്തരം കത്തുകൾ എഴുതിയിരുന്നു. ആ കത്തുകൾ മുഖാന്തിരം അവർ ഉന്മേഷഭരിതരും സമാധാന ചിത്തരുമായി. അവൾ അവർക്ക് നൽകിയിരുന്ന സ്വർഗീയ ഉപദേശങ്ങളും പഠിപ്പിച്ച പ്രമാണങ്ങളും അതീവ ഹൃദയസ്പർശിയായിരുന്നു. സ്വർഗീയ രാജ്ഞിയുടെ വചസ്സുകൾ: എന്റെ മകളെ, ഞാൻ ചിലപ്പോൾ നിന്നോട് സ്ത്രീകളെപ്പറ്റി പരാതി പറഞ്ഞിട്ടുണ്ടല്ലോ. കാരണം സ്ത്രീകളുടെ ഭാഗത്ത് ഞാൻ ചില കുറവുകൾ കണ്ടിരിക്കുന്നു. അത് എന്റെ ജീവിതശൈലിക്ക് വിരുദ്ധമാണ്. ഇക്കാര്യം ഞാനിവിടെ ആവർത്തിക്കുന്നത് നിന്റെ വിശേഷ ശ്രദ്ധയെ ക്ഷണിക്കുന്നതിനാണ്. നീ അത്തരം സ്ത്രീകളിൽ നിന്ന് അകന്നു നിൽക്കണം. അത്തരക്കാർ വൈദികരെ ബഹുമാന ആദരവുകൾ കാണിക്കാതെ പുച്ഛിക്കുന്നു. ഈ തെറ്റ് ദിനംപ്രതി സഭയിൽ വളർന്നു വരുന്നു. അതുകൊണ്ട് ഈ മുന്നറിയിപ്പ് ഞാൻ ആവർത്തിക്കുകയാണ്. നീ എന്നോട് പറയൂ, എന്തിനാണ് അവർ ഇപ്രകാരം ചെയ്യുന്നത്? കർത്താവിന്റെ അഭിഷിക്തരും ക്രിസ്തുവിന്റെ പ്രതിനിധികളും അവിടുത്തെ തിരുമാംസ രക്തങ്ങൾ വാഴ്ത്തി വിളമ്പാൻ നിയോഗിക്കപ്പെട്ടവരുമായ അവർ എന്തിനാണ് ഇതുപോലെ നികൃഷ്ടരും അശുദ്ധരുമായവരെ സേവിക്കുന്നത്? ആ സ്ത്രീകൾ ധനികരും ഇവർ ദരിദ്രരുമാകിയാൽ വൈദികർ അവരുടെ മുൻപിൽ അടിമകളെപ്പോലെ നിലകൊള്ളണമോ? ധനികരുടെ സമ്പത്തിന്റെ പേരിൽ മാലാഖമാർക്ക് അവരോട് ഒരു ബഹുമാനവും ഉണ്ടാകുന്നില്ല. എന്നാൽ അവർ വൈദികർക്ക് ഏറ്റവും വലിയ സ്ഥാനം നൽകുന്നു. അഭിഷിക്തർ വിശ്വാസി സമൂഹത്താൽ തിരസ്കൃതരാകുന്നതെന്തുകൊണ്ട്? ഈ സമൂഹം അവരോട് കുമ്പസാരിക്കുകയും അവർ വഴി പാപമോചനത്തിന്റെ ആശീർവാദം ക്രിസ്തുവിൽ കൂടി സ്വീകരിക്കുകയും ചെയ്യുന്നവരല്ലേ? വൈദികരും ഇക്കാര്യത്തിൽ കുറ്റവിമുക്തരല്ല. എന്തെന്നാൽ അവർ തങ്ങളുടെ ദൈവികമായ അന്തസ്സിനെ മറന്നിട്ട് തങ്ങളെ തന്നെ സ്ത്രീകളുടെ അടിമകളായി മാറ്റുമ്പോൾ അവർ കുറ്റവാളികളും വെറുപ്പ് സമ്പാദിക്കുന്നവരുമായി മാറുന്നു. വൈദികർക്ക് വേണമെങ്കിൽ തങ്ങളുടെ ദാരിദ്ര്യം ഒരു ന്യായമാക്കാം. എന്നാൽ ധനികർക്ക് അവരുടെ അഹന്ത ന്യായീകരിക്കാനാവില്ല. എന്തെന്നാൽ വൈദികരെ അവരുടെ ദാരിദ്ര്യത്തിന്റെ പേരിൽ അവർ ദാസന്മാരായി കരുതുന്നുണ്ടാവും. എന്നാൽ യഥാർത്ഥത്തിൽ വൈദികരെ യജമാനന്മാരാക്കുകയാണ് വേണ്ടത്. ദൈവമാതാവ് എന്ന സ്ഥാനം എത്രയോ മഹനീയമാകുന്നു. എന്നാൽ ഞാൻ അപ്പസ്തോലരുടെ മുൻപിൽ എപ്പോഴും സാഷ്ടാംഗ പ്രണാമം ചെയ്തിരുന്നു. അവർ നടന്ന മണ്ണിൽ ചുംബിക്കുന്നത് എനിക്ക് വലിയ സന്തോഷം തന്നു. എന്നാൽ ഇന്ന് അന്ധത ബാധിച്ച ലോകം സമർപ്പിത ജീവിതത്തിന്റെ അന്തസ്സിനെ നിസ്സാരമായി കരുതുന്നു. അത് കർത്താവിന്റെ വൈദികരെ സാധാരണ തലത്തിലേക്ക് താഴ്ത്തും വിധമുള്ള നിയമങ്ങളും അരാജകത്വം നിറഞ്ഞ കീഴ്വഴക്കങ്ങളും സൃഷ്ടിച്ചിരിക്കുന്നു. അതിനാൽ പ്രിയമകളെ, നീ നിന്റെ പ്രവൃത്തികളിലൂടെ സഭാമക്കളുടെ ഇടയിൽ പടർന്നിട്ടുള്ള ഈ ജീർണതകൾക്ക് പരിഹാരം ചെയ്യുക. വൈദികർ അൾത്താരയിലായിരിക്കുമ്പോഴെന്ന പോലെ അവരെ ആദരിക്കുക. അവർ കർത്താവിനെ തങ്ങളുടെ കരങ്ങളിലും നെഞ്ചിലും സംവഹിക്കുന്നവരാണ്. തന്നെയുമല്ല, അവർ ധരിക്കുന്ന വേഷഭൂഷാദികളെപ്പോലും ഏറ്റവും ആദരവോടെ നീ കരുതണം. ഞാൻ എത്ര ആദരവോടെയാണ് ശ്ലീഹന്മാർക്ക് വസ്ത്രങ്ങൾ നൽകിയതെന്ന് ഓർക്കുക.